ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഒരു യാത്ര പോയാലോ? അതും അങ്ങ് ദൂരെ കന്യാകുമാരിയിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു 9 മണിക്കാണ്. ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. 2 പേർക്കും കൂടെ ഒരു 1000 രൂപ അടുത്ത് വന്നിട്ടുള്ളൂ. ബസ്സിൽ കയറുന്നതിന് മുമ്പായിട്ടൊന്ന് ലാവിഷായിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടോ. അത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നീണ്ട കാത്തിരിപ്പ്. 10:50 ബസ് വരുന്നത്. അതുവരെ ആ കൊതുകുടിയൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ. അത് പിന്നെ അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോ എടുപ്പും റീൽസ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ബസ് വന്നു. നമ്മുടെ കന്യാകുമാരി ബസ്. ബസ്സിൻ്റെ പേര് മിന്നൽ എന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പേരിന് ആപ്റ്റായിട്ടുള്ള ഡ്രൈവ് തന്നെയായിരുന്നു. മിന്നൽ പോലെ തന്നെയായിരുന്നു. നല്ല സ്പീഡിലാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബസ്സിൽ. കന്യാകുമാരി എത്താറായപ്പോഴേക്കും, കന്യാകുമാരി അല്ല, തിരുവനന്തപുരം എത്താറായപ്പോഴേക്കും ഞങ്ങൾ മാത്രം, നിസ്സാരം കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. കുറേ നാൾക്ക് ശേഷമുള്ളൊരു യാത്ര, അതും ഒരു 2 ദിവസത്തേക്ക്. അങ്ങനെ നമ്മൾ എറണാകുളം വിടുകയാണ്. ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഫോണിലൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോകാൻ പോകുന്നൊരു പ്ലേസായിരുന്നു. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണുറന്നപ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരത്തെത്തി ഒരു ചായയൊക്കെ കുടിച്ച്. ഞാൻ കുടിച്ചില്ല, കാരണം എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴേക്കും നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇനി നിർത്തുന്നത് നാഗർകോവിലാണ്. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് കന്യാകുമാരി. തിരുവനന്തപുരം എനിക്ക് ഫസ്റ്റ് ടൈം അല്ല എക്സ്പീരിയൻസ്. ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് 2 പ്രാവശ്യം വന്നിട്ടും പത്മനാഭ ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ കയറണമെന്നുണ്ട്, അറിയില്ല. കാരണം ഇതും ഒരു പ്ലാൻഡ് അല്ല ട്രിപ്പ്, അതും ഒരു പ്ലാൻഡ് അല്ല. അതൊക്കെ ഒരു നിമിത്തമാണല്ലോ, ഭഗവാനെ കാണാൻ പറ്റുന്നതല്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നാഗർകോവിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കന്യാകുമാരിയിലെത്തി. സ്വപ്നമായിരുന്നു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കവിടെ എത്താൻ സാധിച്ചില്ലെന്ന് ഓർത്തിട്ട്. അവിടെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നാലും നമ്മൾക്ക് സൺറൈസ് കാണാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 2 പേരും കൂടെ കുറച്ച് നടന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ്, അതായത് അവിടുത്തെ കന്യാകുമാരി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ദൂരം പോകുമ്പോഴാണ് നമ്മുടെ സൺറൈസ് കാണുന്ന സ്ഥലമെത്തുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല ക്രൗഡായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ സൂര്യോദയം കാണാൻ പറ്റും. എല്ലാവരും ഫോണ് എടുത്തിട്ട് കൈയൊക്കെ ഉയർത്തി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പൊക്കം കുറവായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നേരം എടുത്തു. വെട്ടം വന്നിട്ടും സൺറൈസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കാണാൻ പറ്റില്ല. കാരണം ഞാൻ 2-3 വീഡിയോസിലൊക്കെ കണ്ടിട്ട് ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ടും ഇങ്ങനെ സൺറൈസ് കാണാൻ പറ്റില്ല എന്ന്. ഞാൻ വിചാരിച്ചു ഇനി ഇത്രയും ദൂരം വന്നിട്ടും എനിക്കും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഞാൻ കൂടുതലായിട്ട് കണ്ടൊരു ഐറ്റമാണ് കേട്ടോ ഈ മുത്തുമാല. കുറേ പേര് ഇത് വിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഒറിജിനൽ പേളായിരുന്നാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാർ തന്നെയാണ് പറഞ്ഞത് ഒരു 6:30 ആവും സൺറൈസിനൊന്ന്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. കുറേ നേരങ്ങൾക്ക് ശേഷം സൂര്യൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ മുകളോട്ട് വന്നുകൊണ്ടിരുന്നു കേട്ടോ. ആ ഒരു ഫീല്. നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല കാറ്റായിരുന്നു. ആ നല്ലൊരു കാറ്റും പിന്നെ ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ ഒരു ത്രില്ലും എല്ലാം കൂടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല ഹാപ്പിയായിരുന്നു. കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് അത്യാവശ്യം നല്ല വെട്ടമൊക്കെ വന്നു തുടങ്ങി. മീൻ പിടിക്കാൻ ചെറിയ വള്ളങ്ങളൊക്കെ പോകാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സൂര്യൻ ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടോ. ആ ഒരു കാഴ്ച എനിക്കിപ്പോൾ വീട്ടിൽ വന്നിട്ടും ആ ഒരു
നിമിഷം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അത്ര മനോഹരമായിരുന്നു. സൂര്യൻ ഉദിക്കണേയും സൂര്യൻ അസ്തമിക്കണേയും ഒരേ സ്ഥലത്ത്. ഇത്ര അതിമനോഹര കാഴ്ച നിങ്ങൾ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് കാണാൻ പോകേണ്ടതാണ്. അധികം വലിയ ചിലവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെറിയ രീതിയിൽ പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. എല്ലാവരും കാണാൻ പോകേണ്ട സ്ഥലം കൂടിയാണിത്. അത്ര ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. സൂര്യഭഗവാനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് പതിയെ ഇറങ്ങാനായിട്ടുള്ള പ്ലാനായിരുന്നു. ഇനിയും ഇവിടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചെറിയ റൂമൊക്കെ എടുത്തു. അവിടെ അത്യാവശ്യം ബഡ്ജറ്റബിളാണ് കേട്ടോ റൂമിൻ്റെയൊക്കെ പ്രൈസ്. ഇതൊരു ചെറിയ വാക്ക് വേ ആണ് നമ്മളെ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത്. ഇവിടെ കുറേ പൂക്കളും പിന്നെ ശംഖ് കൊണ്ടുള്ള ചെറിയ ചെറിയ ഇപ്പോൾ വീട്ടിൽ ഷോക്കേഴ്സിൽ വെക്കാനുള്ളതും പിന്നെ നമ്മുടെ മാല, കമ്മൽ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം. നമുക്കാദ്യം റൂം എടുത്തിട്ടുണ്ട്. നമ്മുടെ സൺറൈസ് കണ്ട അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ റൂം എടുത്തത്. അപ്പം നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ ചെന്നിട്ട് നല്ലൊരു ക്യൂവിലൊക്കെ നിന്നിട്ട് നമ്മളൊരു ആദ്യമായിട്ടൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു.